പള്ളി രാഹുലിന്റെ മുഖം മാത്രം കാണിച്ചാൽ മതി, അത് കേരളത്തിൽ വോട്ടാകും. അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ വോട്ടാകാൻ മടിക്കുന്ന രാഹുലിന്റെ മുഖം അത് കേരളത്തിൽ എന്തായാലും വോട്ടാകും എന്ന ഉറച്ച പ്രതീക്ഷയാണ് UDF-നുള്ളത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ കൊടിയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കൊടിയോ ഒന്നും ഇത്തരത്തിലുള്ള റോഡ് ഷോകളിൽ പ്രൊജക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഒരു പേടിയുടെ ഒരു ഇലമെന്റ് കൂടി ഉണ്ടോ? അങ്ങനെ പ്രൊജക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ ലീഗിന്റെയും കോൺഗ്രസിന്റെയും കൊടികൾ കൂട്ടിക്കെട്ടിക്കൊണ്ട് എതിർ പ്രചാരണം വടക്കേ ഇന്ത്യയിൽ വരും കഴിഞ്ഞ തവണത്തെ പോലെ, അങ്ങനെ ഒരു ഭയപ്പാട് കോൺഗ്രസിനുണ്ടെന്ന് തോന്നുന്നു. എന്നോടാണല്ലോ? അതെ 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 വസന്ത്. മഞ്ജുഷ്, അത് ഭയപ്പാടല്ല, ജാഗ്രതയാണ്. അതിലെന്താ തെറ്റുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, ചില ക്ഷുദ്രജീവികൾ അവർക്ക് ഏത് രീതിയും വളച്ചൊടിക്കാനും ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പാണനാക്കാനും പറ്റുന്ന ചില ക്ഷുദ്രജീവികൾ, അതിന് ഫണ്ട് കയ്യിലുള്ളവർ, അതിന് സംവിധാനം കയ്യിലുള്ളവർ, അത് ദുരുപയോഗപ്പെടുത്താതിരിക്കാൻ വേണ്ടി ചില ജാഗ്രത പാർട്ടി സ്വീകരിച്ചാൽ അതിനെ തെറ്റു പറയാൻ പറ്റുമോ? അതിലൊരു തെറ്റുമില്ല. ഇത്തവണ രാഹുൽ ഗാന്ധി തന്നെയാണ് ഞങ്ങളുടെ മുഖം. പ്രതിപക്ഷ പോരാട്ടത്തിന്റെ, കേരളത്തിൽ നിന്ന് മാത്രമല്ല രാജ്യം ഒട്ടുക്കും പ്രതിപക്ഷ പോരാട്ടത്തിന്റെ മുഖം അത് രാഹുൽ ഗാന്ധി തന്നെയാണ്. അതിൽ സംശയമൊന്നും വേണ്ട. അത് പ്രൊജക്ട് ചെയ്ത് തന്നെയായിരിക്കും മുമ്പോട്ട് പോകുക. ഇത്രയും നേരമായിട്ട് അമേഠിയിലും റായ്ബറേലിയിലും കോൺഗ്രസിന്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സീറ്റുകളാണ്. അവിടെ ആര് മത്സരിക്കും എന്നുള്ള പ്രഖ്യാപനം പോലും വന്നിട്ടില്ല. അപ്പോഴാണ് രാഹുൽ ഗാന്ധി വയനാട് വരുന്നത്. ഈ വയനാട് വന്നിട്ടുള്ള ഈ സാഹചര്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മുസ്ലിം ലീഗിന്റെ കൊടി പോലും അവിടെ ഉയർത്താൻ പറ്റാത്ത സാഹചര്യമാണ്. കഴിഞ്ഞതിന് നമ്മൾ കണ്ടു BJP-ക്കാർ ചെയ്തത്. ഈ മുസ്ലിം ലീഗിന്റെ കൊടി ഉയർത്തിയതിന്റെ ഭാഗമായി ഉത്തരേന്ത്യയിൽ മുഴുവൻ അദ്ദേഹം പാകിസ്ഥാൻ അനുകൂല സ്ഥലത്ത് പോയി മത്സരിക്കുകയാണ് എന്നുള്ളൊരു പ്രതിധ്വനി ഉത്തരേന്ത്യയിൽ മുഴുവൻ ഉണ്ടാക്കാൻ ശ്രമിച്ചു മഞ്ജുഷേ. അത് നമ്മൾ വെറുതെ പറയുന്നതല്ല. മടിയില്ല. ഇപ്പോൾ വസന്ത് പറഞ്ഞല്ലോ, അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തവണ കൊടികൾ വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചതും രാഹുലിന്റെ മുഖം മാത്രം മതി എന്ന് തീരുമാനിച്ച് അങ്ങനെ രാഹുലിന്റെ മുഖം പ്രൊജക്ട് ചെയ്തതുമെന്ന് വസന്ത് ഇവിടെ പറഞ്ഞു. അക്കാര്യം അല്പം മുമ്പ് രമേശ് ചെന്നിത്തലയും സംസാരിച്ചിരുന്നു ന്യൂസ് 18-നുമായിട്ട്. അപ്പോൾ രമേശും പറഞ്ഞത് ഇതേ കാര്യം തന്നെയാണ്, ഞങ്ങൾക്ക് രാഹുലിന്റെ മുഖം മതി. അല്ല, അപ്പൊ ഇന്ത്യയില അപ്പോ ഈ പറയുന്ന രീതിയിൽ എന്താണ്, അത്രയ്ക്ക് പേടിയാണോ ഈ പറയുന്ന കോൺഗ്രസിന് നോർത്ത് ഇന്ത്യയിൽ വോട്ട് പിടിക്കാൻ ഈ പറയുന്ന സാഹചര്യം പറഞ്ഞ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മധ്യപ്രദേശിലും രാജസ്ഥാനിലും പിന്നെ സ്വാഭാവികമായിട്ട് ലീഗിന്റെ കൊടി ഉയർത്താത്തതും കോൺഗ്രസിന്റെ കൊടി ഉയർത്താത്തതും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വന്തം വ്യക്തിത്വവും അസ്തിത്വവും പാർട്ടി പതാകയെപ്പോലും ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന് വേണ്ടി പണയം വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്തിയിരിക്കുന്നു. അതിലിപ്പോൾ ഈ പറയും, ഇവിടെ ലീഗിന്റെ കൊടി കണ്ടു കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിൽ ഇവർക്ക് വോട്ട് കുറയുമെങ്കിൽ എന്തിനാ ഇവർ ലീഗുകാരുടെ കൂടെ കൂടുന്നത്? അങ്ങനെയാണെങ്കിൽ പരസ്യമായിട്ട് ഇവർ പറയണ്ടേ മുസ്ലിം ലീഗിന്റെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന്? അതേസമയത്ത് മുസ്ലിം ലീഗിന്റെ ശക്തമായ ഒരു സ്വാധീനമുള്ള സ്ഥലത്ത് വന്ന് മുസ്ലിം ലീഗിന്റെ കൊടി ഞങ്ങളുടെ കൂടെ ചേരുമ്പോൾ അതിനെ ഉത്തരേന്ത്യയിലെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് പറയുന്നതിന്റെ രാഷ്ട്രീയം എന്താണ്? ഇതൊരു അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? അതിന്റെ അർത്ഥം ഒരേ സമയത്ത് തന്നെ മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രത്തിൽ വന്ന് മത്സരിക്കുകയും വേണം, മുസ്ലിം ലീഗിന്റെ കൊടി വേണ്ട എന്നുള്ള ഒരു ഇരട്ട തന്ത്രമാണ് കോൺഗ്രസ് ഇവിടെ പയറ്റുന്നത്. പക്ഷെ അതിന് വസന്ത് നൽകിയ മറുപടി നിങ്ങളത് ദുരുപയോഗപ്പെടുത്തിയെന്നാണ്. നിങ്ങളത് മറ്റു രീതിയിൽ വ്യാഖ്യാനിച്ച്, അല്ല BJP അതിനെ മറ്റു രീതിയിൽ വ്യാഖ്യാനിച്ച് അവിടെ വോട്ടാക്കാൻ ശ്രമിച്ചു കോൺഗ്രസിനെതിരെ. അത് ഫലം കാണുകയും ചെയ്തു. അത് ഇത്തവണ വേണ്ട എന്ന്. അതൊരു തെരഞ്ഞെടുപ്പ് തന്ത്രമായിട്ടാണ്, അല്ലാതെ പാർട്ടി പതാക അടിയറ വെച്ചതല്ല. അതിനകത്ത് അല്ല മഞ്ജു സാർ, അതിനകത്ത് കൃത്യമായിട്ട് അറിയാലോ. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും സീറ്റിൽ മത്സരിക്കാനുള്ളൊരു മനസ്സ് കാണിക്കട്ടെ എന്നേ. അങ്ങനെയല്ലേ വേണ്ടത്? ആദ്യം ഒരേ സമയം ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് വോട്ട് വേണം, അതിന് ലീഗിന്റെ പതാക വേണ്ട, അതേസമയം ലീഗിന്റെ കോട്ടയിൽ വന്ന് അദ്ദേഹം മത്സരിക്കുകയും വേണം. അതൊരു ഇരട്ടത്താപ്പല്ലേ? അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉത്തരേന്ത്യയിലെ ആളുകളെ ബോധിപ്പിക്കാറുണ്ട്, അദ്ദേഹം അമേഠിയിൽ തന്നെ മത്സരിക്കട്ടെ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള മധ്യപ്രദേശിലോ രാജസ്ഥാനിലോ മത്സരിക്കട്ടെ. അദ്ദേഹം സത്യത്തിൽ തോൽവിയെ ഭയന്നുകൊണ്ട് ഈ മുസ്ലിം ലീഗിന്റെ മരുപ്പച്ചയിൽ വന്നിരുന്ന് അഭിരമിക്കുകയാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവെന്ന രീതിയിൽ രാഹുൽ ഗാന്ധി തികഞ്ഞ പരാജയമാണ് എന്നുള്ളതിൽ വലിയൊരു കാര്യം കൂടി തെളിഞ്ഞിരിക്കുകയാണ്. ഒന്ന്, ഇപ്പൊ അദ്ദേഹം വരുന്നു, വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്നു. ആ ആൾക്കൂട്ടത്തിനപ്പുറത്തേക്ക് അദ്ദേഹം അവിടെ 5 വർഷമായി എന്തു ചെയ്തു എന്നുള്ള കാര്യങ്ങൾ കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു MP-യെ തെരഞ്ഞെടുത്ത് അയക്കുന്നത് സ്വാഭാവികമായ ആ മണ്ഡലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കാനാണ്. ഉത്തരേന്ത്യയിൽ ഇവർ പറയുന്ന നിരക്ഷരായിട്ടുള്ള ജനത, ഇവർ അങ്ങനെയാണല്ലോ പറയുന്നത്, UP-യിലെ ആളുകൾക്കും നിരക്ഷരത എന്നുള്ള. നിരക്ഷരായിട്ടുള്ള UP-യിലെ ജനത പോലും അമേഠിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തെയും എടുത്ത് കൂത്തെറിഞ്ഞു.
ഇനി വയനാടും കൂടിയാണ്. ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയുടെ വാട്ടർലൂ ആകാൻ സാധ്യതയുള്ള ഒരു മത്സരമാണ് വയനാട്ടിൽ നടക്കുന്നത്. അപ്പൊ ഈ കെട്ടിച്ചമച്ച ഒരു പരിവേഷത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി ഒരു പക്വതയില്ലാത്ത നേതാവ് എന്ന രീതിയിൽ ആയതുകൊണ്ടാണ് അദ്ദേഹം വയനാട്ടിൽ വന്ന് മത്സരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതോടൊപ്പം ഇന്ത്യൻ നാഷണൽ എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന വലിയൊരു ദുരവസ്ഥയുണ്ട്. ആ ദുരവസ്ഥയാണ് സത്യത്തിൽ വയനാടിനെ വലിയ രീതിയിലുള്ള പ്രകമ്പനം കൊള്ളിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ കാണിച്ചുകൊണ്ട് ഇവർ എന്തുദ്ദേശമാണ് പറയുന്നത്. ഇവിടെ നോക്കൂ, ഈ വയനാട് മണ്ഡലം രൂപീകരിച്ച സമയത്ത് MA ഷാനവാസ് അദ്ദേഹം 2 ലക്ഷത്തിലധികം വോട്ടിനാണ് അവിടെ ജയിച്ചത്. പിന്നീട് രാഹുൽ ഗാന്ധി വരുന്നു. രാഹുൽ ഗാന്ധി അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ ശക്തമായ മണ്ഡലങ്ങളിൽ മത്സരിക്കട്ടെ. അപ്പോൾ അതിനർത്ഥം എന്താണ്? ലീഗിന്റെ കൊടി വേണ്ട, ലീഗുകാരുടെ വോട്ട് വേണം. ഇത് ലീഗുകാർക്കിടയിൽ പോലും അമർഷം ഉണ്ടാക്കാനുള്ള സാധ്യത ശരിയാണ്. വസന്ത്, ലീഗിന്റെ വോട്ട് വേണം, ലീഗിന്റെ കൊടിയുമായിട്ട് കോൺഗ്രസിന്റെ പതാക കൂട്ടിക്കെട്ടിക്കഴിഞ്ഞാൽ അത് വിഷയമാകുമെന്ന് തിരിച്ചറിയുന്നു കോൺഗ്രസ്. ഇതെന്ത് ഇരട്ടത്താപ്പാണ്? ലീഗിന് പോലും അമർഷം ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണല്ലോ അത്. ലീഗിന്റെ കൊടിയുടെ ഒപ്പം കോൺഗ്രസിന്റെ കൊടി വേണ്ട എന്ന് വസന്ത്. ഒന്നുമില്ലെന്നേ, അതുക്കും മേലെയാണ് രാഹുൽ ഗാന്ധി. സിനിമ സ്റ്റൈൽ ഡയലോഗിൽ പറഞ്ഞാൽ അതുക്കും മേലെ രാഹുൽ ഗാന്ധി. കോൺഗ്രസ്സുകാരൻ എന്ത് പാർട്ടി പതാക സാർ? എന്റെ പ്രിന്റു പോപ്പുലർ ഫണ്ടുകാരന് മുന്നിൽ പണയം വെച്ച നിങ്ങൾക്ക് എന്ത് തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചപ്പോ കിട്ടിയ പോപ്പുലർ ഫണ്ടുകാരന്റെ നിങ്ങളുടെ പതാക പണയം വെച്ച